Hello everyone. Inverse Trigonometric Functions എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് എന്ന പ്രോബ്ലമാണ്. അതിൽ നമ്മൾ സൈൻ ഇൻവേഴ്സ് ഹാഫ് ആൻഡ് സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോസ് ഇൻവേഴ്സ് √3/2. cos inverse √3/2 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ലെറ്റ് y is equal to cos inverse √3/2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? cos y is equal to √3/2. cos ഏത് ആംഗിളാണ്? √3/2 cos π/6 ആണല്ലേ. അപ്പോൾ cos y is equal to cos π/6 അഥവാ കോസ് 30 ഡിഗ്രിയാണ് എന്ത്? √3/2. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y is equal to π/6 വിച്ച് ബിലോങ്സ് ടു ഏതാണ്? കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഏതാണ്? 0 to π. ഇനി നമുക്ക് കോസ് ഇൻവേഴ്സ് മൈനസ് വരുമ്പോൾ -√3/2 വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ലെറ്റ് y is equal to കോസ് ഇൻവേഴ്സ് -√3/2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? cos y is equal to -√3/2 which is equal to minus cos π/6. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? മൈനസ് കോസ് π/6 ആണ് അല്ലേ. അപ്പോൾ കോസിൻ്റെ റേഞ്ച് എന്താണ്? 0 to π ആണ്. ഇവിടെ എല്ലാം പോസിറ്റീവ്, അതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് എന്ത് വരുന്നത്? കോസ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cos π-π/6 എന്നെഴുതാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? കോസിൻ്റെ റേഞ്ച് 0 to π ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്തായാലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അപ്പോൾ എവിടെയാണ് വരുന്നുള്ളൂ? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ കോസ് π/6നെ π-θ എന്നെഴുതി, π-π/6 എന്നെഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 6π - π ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 5π/6. അതുകൊണ്ട് നമുക്ക് y-ൻ്റെ വാല്യൂ എന്ത് കിട്ടി? therefore y is equal to 5π/6 which belongs to the principal value range 0 to π. ഇതാണ് നമ്മുടെ ആൻസർ. കോസ് ഇൻവേഴ്സ്, കോസിൻ്റെ റെസിപ്രോക്കലായ സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഇത് മൂന്നും ഒരു നെഗറ്റീവ് വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് എവിടെ കൺസിഡർ ചെയ്യണം? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കൺസിഡർ ചെയ്യണം. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം? π-θ എന്ന് ചേഞ്ച് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ മൈനസ് കോസ് π/6 എങ്ങനെ π-π/6 എന്ന് എഴുതി എന്ന് ചോദിച്ചാൽ കോസ് a - b നമ്മളെന്താ പഠിച്ചിരിക്കുന്നത്? cos A cos B പ്ലസ് സൈൻ A സൈൻ B ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. cos π/6 പ്ലസ് സൈൻ π/6 എന്ന് വരുന്നു അല്ലേ. അപ്പോൾ cos π എന്താ നമുക്കറിയാം? -1 ആണ്. cos π/6 എന്താണ്? √3/2 പ്ലസ് സൈൻ പൈ 0 ആയി, ഈ ടേം കംപ്ലീറ്റ് 0 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു -√3/2 അല്ലേ. അതല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്? -√3/2. ഇങ്ങനെയാണ് നമ്മൾ ഇത് നോക്കേണ്ടത്. ഇവിടെ കോസ് ഇൻവേഴ്സ്, കോസിൻ്റെ റെസിപ്രോക്കൽ, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഇത് മൂന്നും നമ്മൾ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ π-θ എന്നെടുക്കണം. പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ തന്നെ. ഇനി സൈൻ ഇൻവേഴ്സ്, സൈനിൻ്റെ റെസിപ്രോക്കലായ കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇത് മൂന്നും നെഗറ്റീവ് വാല്യൂ എവിടെ വരും? -θ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരും. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് അത് മൂന്നിൻ്റെയും റേഞ്ച് -π/2 to +π/2 ആണ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വളരെ അത്യാവശ്യമാണ്. ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് 2 എന്താണ് വരുന്നതെന്ന് നോക്കാം. കൊസീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് എന്ന് പറയുന്നത് സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സൈൻ ഹാഫ് എന്താണ്? സൈൻ π/6. അപ്പോൾ കൊസീക്ക് 2 എന്ന് വരുന്നെങ്കിൽ എന്ത് വരണം? π/6 ആയിരിക്കണം നമുക്ക് വാല്യൂ. അപ്പോൾ എന്താ? ലെറ്റ് y is equal to cosec
ഇൻവേഴ്സ് 2. നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക് y is equal to 2. കൊസീക് ഏത് വാല്യൂ ആണ് നമുക്ക് 2 എന്ന ആൻസർ കിട്ടുന്നത്? കൊസീക് π/6 ആണ് നമുക്ക് 2 കിട്ടുന്നത് അല്ലേ? അതുകൊണ്ട് y is equal to π/6. എന്താണ് കൊസീക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്? കൊസീക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to +π/2. -π/2 to +π/2 -0. ഇതാണല്ലോ കൊസീക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? π/6 ആണ് കൊസീക്ക് ഇൻവേഴ്സ് 2 എന്നതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇനി ടാൻ ഇൻവേഴ്സ് -√3 എന്താണ് വരുന്നത്? ലെറ്റ് y is equal to ടാൻ ഇൻവേഴ്സ് -√3. നെഗറ്റീവ് ടാൻ y is equal to -√3. ടാൻ ഓഫ് നെഗറ്റീവ് തീറ്റ എന്താണ്? -tan θ ആണല്ലേ? അതായത് -θ എന്ന് പറയുന്നത് 4th ക്വാഡ്രൻറ്റിൽ വരും. 4th ക്വാഡ്രൻറ്റിൽ ടാന് നെഗറ്റീവാണ്. അപ്പോൾ π/3 ആണല്ലോ നമ്മുടെ ആൻസർ. ടാൻ y is equal to ടാൻ π/3. അതെന്താണ്? നെഗറ്റീവ് ആണല്ലേ? വിച്ച് is equal to -π/3. y is equal to -π/3 which belongs to the principal value range -π/2 to +π/2. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? നെഗറ്റീവ് π/3. ഇനി കോട്ട് ഇൻവേഴ്സ് -1 എന്താണെന്ന് വരുന്നത് നോക്കാം. ലെറ്റ് y is equal to കോട്ട് ഇൻവേഴ്സ് -1. കോട്ട് y is equal to -1. എപ്പോഴാണ്? കോട്ട് 45 ഡിഗ്രി ആണല്ലേ നമുക്ക് 1 എന്ന് കിട്ടുന്നത്. 1/√2 ഡിവൈഡഡ് ബൈ 1/√2 അല്ലെങ്കിൽ ടാനിൻ്റെ റെസിപ്രോക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്താണ്? കോട്ട് y is equal to നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടണമെങ്കിൽ കോട്ടിൻ്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കണം ആദ്യം. എന്താണ്? ഫ്രം 0 to π. ഫ്രം 0 to π. അപ്പം നെഗറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ അത് എന്തായിരിക്കണം? സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കണം. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാവണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? π-θ എന്നെഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് is equal to കോട്ട് y is equal to കോട്ട് π-π/4 എന്നെഴുതണം. മനസ്സിലായോ നിങ്ങൾക്ക്? നെഗറ്റീവ് വാല്യൂ വന്നത് കൊണ്ടാണ് നമ്മൾ എന്താണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് π-θ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. കോട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ് അല്ലേ? ബാക്കിയെല്ലാം എന്താണ്? നെഗറ്റീവാണ്. വിച്ച് is equal to കോട്ട് 3π/4. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതല്ലേ? LCM നമ്മൾ 4 എടുക്കുക. 4π - π 4π - π 3π/4. അതായത് വൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 3π/4. അതാണ് എന്ത്? നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ. ഇനി സീക്ക് ഇൻവേഴ്സ് ഒരു നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് y is equal to സീക്ക് ഇൻവേഴ്സ് -2. സീക്ക് y is equal to -2. ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എപ്പോഴാണ് സീക്ക് 2 എന്ന ആൻസർ വരുന്നത്? കോസ് π/3 ആണ് നമുക്ക് ഹാഫ് എന്ന് കിട്ടുന്നത്. അപ്പോൾ സീക്ക് π/3 അല്ലേ നമുക്ക് 2 എന്ന് കിട്ടുന്നത്? അത് സീക്ക് π/3 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 എന്ന ആൻസർ കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. എന്താണ്? സീക്ക് കോസ് സീക്ക് കോട്ട്. ഞാൻ വീണ്ടും പറയാണ്. കോസ് സീക്ക് കോട്ട് ഈ 3 കോസ് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് ഈ 3 ഇൻവേഴ്സ് ഫങ്ഷൻസിൻ്റെയും റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. അപ്പം നെഗറ്റീവ് വാല്യൂ വരണമെങ്കിൽ സീക്കും എന്തായിരിക്കണം? സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കണം വരുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് is equal to മൈനസ് സീക്ക് എന്ത് വരുന്നു? π/3 എന്ന് വരുന്നു. വിച്ച് is equal to സീക്ക് π-π/3 which is equal to sec 3π minus pi divided by 3 which is equal to sec 2π/3. Therefore y ന്റെ വാല്യൂ എന്താണ്? Therefore y is equal to
2π/3. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ. ഇതുപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ തരുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സൈൻ, കൊസീക് ആൻഡ് ടാൻ ഇത് മൂന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കോസ്, സീക്ക്, കോട്ടും ഇതും ഒരു സെറ്റായിട്ട് ഓർത്ത് വയ്ക്കുക. എന്തുകൊണ്ടാണ്? കോസ്, സീക്ക്, കോട്ടിൻ്റെ 0 to π ആണ് വരുന്നത്. സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഈ 3 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും റേഞ്ച് എന്ന് പറയുന്നത് -π/2 to +π/2 ആണ്. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ഈ 3 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും തന്ന് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ അത് 4th ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. ഇനി കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഈ 3 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും നെഗറ്റീവ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? π - θ എന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഇതൊരു സെറ്റായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 0 to π ഈ 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, -π/2 +π/2 ഇത് 3. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ഇവിടെ 4th ക്വാഡ്രൻറ്റിൽ വരുന്നു. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ വാല്യൂയുടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ പറയുമ്പോൾ. ഈ 3 ഫംഗ്ഷൻസിൻ്റെയും നെഗറ്റീവ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. കണ്ട വഴിക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം? π - θ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. അത് നന്നായി നിങ്ങൾ തറവായിട്ട് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതാണ് നമ്മൾ പ്രോബ്ലംസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു -1 to 1. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? -1 to 1 ആയിരിക്കണം. ഇതെന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ആണ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനിൽ f(g) എന്നെടുക്കുമ്പോൾ ജിയുടെ ഡൊമെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കഴിഞ്ഞ ചാപ്റ്ററിലെ ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിലെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ? എഫ് എന്നൊരു ഫംഗ്ഷനും ജി എന്നൊരു ഫംഗ്ഷനും ഉണ്ടെങ്കിൽ നമ്മൾ f(g) എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. f(g) എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഫസ്റ്റ് g എന്ന ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സൈൻ എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും സൈൻ ഇൻവേഴ്സ് എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും കോമ്പോസിഷനാണിത്. അപ്പം നമ്മൾ ഏതിൻ്റെ ഡൊമെയിനാണ് കൺസിഡർ ചെയ്യേണ്ടത്? ജി എന്ന ഫംഗ്ഷനിൻ്റെ ഡൊമെയിൻ കൺസിഡർ ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനാണ് കൺസിഡർ ചെയ്യുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു റിയൽ നമ്പർ ആയിരിക്കണം. അതായത് എക്സ് ബിലോങ്സ് ടു -1 ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1. ഇനി നിങ്ങൾക്ക് ഇത്രയൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇത് കരുതിയാൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്തായാലും എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഒരു റിയൽ നമ്പർ ആവണമെങ്കിൽ എക്സ് എന്താവണം? എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൻ്റെ ഡൊമെയിൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. -1 to 1. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു -π/2 to +π/2. മനസ്സിലായോ നിങ്ങൾക്ക്?
ഇവിടെ എന്താണ് വരിക? സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ? സൈൻ എക്സ് എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? എക്സ് എന്ന വാല്യൂ ഒരു ആംഗിൾ ആയിരിക്കും. സൈൻ 0, സൈൻ π/2, സൈൻ π/4 അല്ലേ? നമുക്കിവിടെ എന്താ കിട്ടുന്നത്? ഒരു സൈൻ തീറ്റ ആയിരിക്കണം. അതുകൊണ്ടാണ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡൊമെയിൻ ഇവിടെ എന്ത് വന്നത്? -π/2 ടു +π/2 എന്ന് വന്നു. ഈ പ്രോപ്പർട്ടി ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും ബാധകമാണ്. അതായത് cos ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനായ എക്സ് ബിലോങ്സ് ടു -1 to 1. ഇവിടെ എക്സ് എന്തായിരിക്കും? എക്സ് വിൽ ബി 0 to π. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും ഇത് ബാധകമാണ്. ഇനി ടാനിൻ്റെ കേസിൽ എങ്ങനെയാണ്? സെയിം തന്നെയാണ്. tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ആർ എന്ന സെറ്റാണല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കേസിൽ നമുക്ക് എന്താണ് ഡൊമെയിൻ ആയിട്ട് വരുന്നത്? ആർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഈ ഒരു പ്രോപ്പർട്ടി എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ എടുത്ത് പറയുന്നില്ല. സെയിം ഇവിടെ എന്താണ് മാറുന്നത്? ഡൊമെയിൻ മാത്രം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിനാണ്, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ. ഇവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? സൈൻ എക്സിൻ്റെ ഡൊമെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു കേസിൽ നമ്മൾ ഏതാണ്? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് വരുമ്പോൾ സൈൻ എക്സിൻ്റെ ഡൊമെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എക്സ് എന്താവണം? എക്സ് ബിലോങ്സ് ടു ആർ -1 to 1. ഇതെന്താണ്? കൊസീക് ഇൻവേഴ്സ് എന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൻ്റെ ഡൊമെയിനാണ്. മനസ്സിലായോ? സൈൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി ഈ പ്രോപ്പർട്ടീസ് എല്ലാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ട് ഫസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൻ്റെ ഡൊമെയിനും റേഞ്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ സൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് കോസ് എടുക്കാം. കോസ് ഇൻവേഴ്സ് 1/x എന്താണ്? കോസിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? സീക്ക് അല്ലേ? സീക്ക് ഇൻവേഴ്സ് എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു ആർ -1 അല്ലേ? ഇനി തേർഡ് വൺ എന്തായിരിക്കും? തേർഡ് വൺ tan inverse 1/x is equal to cot inverse x, where x is greater than 0. ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും, എന്തുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയില്ല? കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ശരിക്കും എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായ ആറാണ്. പക്ഷെ നമ്മളിവിടെ എന്തെഴുതി? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു. അതായത് ഇവിടെ എക്സ് നമുക്ക് നെഗറ്റീവ് വാല്യൂ പറ്റില്ല. ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നെഗറ്റീവ് വാല്യൂസും ഉണ്ട് അല്ലേ? ഇവിടെ പക്ഷേ കോട്ടിന് നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതെവിടെ വരും? ക്വാഡ്രൻ്റ് വരച്ച് കഴിഞ്ഞാൽ കോട്ടിൻ്റെ റേഞ്ച് എന്താണ്? 0 to π. പക്ഷെ ടാനിൻ്റെ റേഞ്ച് എന്താണ്? -π/2 to +π/2. കോട്ട് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. പക്ഷെ ടാനിൻ്റെ നെഗറ്റീവ് വാല്യൂ എവിടെയാണ്? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുന്നത്. ടാൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്, വേർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ചിലപ്പോഴൊക്കെ പ്രൂഫ് ചോദിക്കാറുണ്ട്. ഈ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിൻ്റെ പ്രൂഫ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു
ആംഗിൾ ആയിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? സൈൻ എക്സ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/x എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ടും ഈ എക്സ് എന്നത് ലെഫ്റ്റ് സൈഡിലേക്കും സൈൻ തീറ്റ എന്നത് റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോയാൽ എക്സ് ഇസ് ഈക്വൽ ടു 1/sin തീറ്റ എന്നെഴുതാം അല്ലേ? 1/sin തീറ്റ എന്താണ്? കൊസീക് തീറ്റ. കൊസീക് തീറ്റ 1/sin തീറ്റ എന്താണ്? കൊസീക് തീറ്റ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ് എന്നെഴുതാം അല്ലേ? ഇനി തീറ്റ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത്? കൊസീക് ഇൻവേഴ്സ് എക്സ്. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് വൺ? സൈൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്ക് കിട്ടിയില്ലേ? LHS ഇസ് ഈക്വൽ ടു നമുക്ക് RHS എന്ന് കിട്ടി അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നിങ്ങൾ പ്രൂഫ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടത്. നിങ്ങളിതൊന്ന് ജസ്റ്റ് നോക്കുക. സൈൻ ഇൻവേഴ്സ് 1/x എന്തായിരിക്കും? ഒരു തീറ്റ, ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ? നമുക്ക് ഇത്ര സമയം അതല്ലേ കിട്ടിയത്? സൈൻ ഇൻവേഴ്സ് 1/x എന്തായിരിക്കും? ഒരു ആംഗിൾ ആയിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ലെറ്റ് ഇങ്ങനെ എഴുതാം. ലെറ്റ് സൈൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു തീറ്റ എന്നിട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ. അത് ഈ ഒരു കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന വാല്യൂയിലേക്ക് നിങ്ങൾ എത്തിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് വൺ, സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് where x belongs to -1 to 1. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര നേരം ചെയ്ത പ്രോബ്ലംസിൽ എന്താണോ നമുക്ക് കിട്ടിയ ആൻസർ അത് തന്നെയാണ് ഇവിടെ. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. ഈ 3 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? നെഗറ്റീവാണ് ആൻസർ കിട്ടിയത്. ഇനി കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ഞാൻ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇത് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്ന് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാം. സെക്കൻഡ് ടൈപ്പ് നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ വരുമെന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസർ എഴുതുന്ന രീതി. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇവിടെ എക്സ് എന്താണ്? കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു R -1 to 1. ഇനി തേർഡ് വൺ എന്തായിരിക്കും? തേർഡ് വൺ ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു എന്താണ്? എക്സ് വരുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഇനി ഇത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് തന്നിരിക്കും? മോഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് ഇവിടെ എക്സ്. എക്സ് എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നുള്ളൂ. അത് ഈ ഡൊമെയിനാണ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് പ്രൂഫ് എന്ന് നോക്കാം. നമുക്ക് എന്താ വരിക? ലെറ്റ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ മൈനസ് തീറ്റ ആണല്ലോ. സൈൻ ഓഫ് മൈനസ് തീറ്റ ആണല്ലോ മൈനസ് സൈൻ തീറ്റ. അതുകൊണ്ട് ഇതിനെങ്ങനെ എഴുതാം? മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഈ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്കിവിടെ ഓൾറെഡി അറിയാം തീറ്റ നമ്മൾ എന്തായിട്ടിരിക്കുന്നത്? ലെറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ ഇതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെയാണ്
ഇതിൻ്റെ പ്രൂഫ്. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് നോക്കാം. എന്തായിരിക്കും തേർഡ് ടൈപ്പ്? സൈനും കൊസീക്കും ടാനും നമ്മൾ നോക്കിയ സ്ഥിതിക്ക് എന്തായിരിക്കും? ടൈപ്പ് 3 കോസ് ആയിരിക്കും അല്ലേ? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്തായിരിക്കും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഫൈൻഡ് ചെയ്തപ്പോൾ ചെയ്തിരുന്നു ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. നമ്മൾ എന്താ ചെയ്തത്? കോസും സീക്കും കോട്ടും വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പൈ മൈനസ് തീറ്റ എന്നിട്ട് കൊടുത്തു. അത് തന്നെയാണ് ഇവിടെയും വേണ്ടു. എന്ത്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരുന്നു. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, വിച്ച് ഇസ് കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇവിടെ എക്സ് എന്ന വാല്യൂ എന്ത് വരുന്നു? ഡൊമൈൻ എന്താണ്? എക്സിൻ്റെ ഡൊമൈൻ -1 to 1. ഇനി സീക്കിൻ്റെ ഡൊമൈൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു ആർ -1 to 1. ഇനി കോട്ടിൻ്റെ എന്താണ് ഡൊമൈൻ വരുന്നത്? എക്സ് ബിലോങ്സ് ടു ആർ. ഇനി ഇവിടെയും നമുക്കൊരു പ്രൂഫ് ചെയ്യാം. എന്താണ്? ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ലെറ്റ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നെഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു ഈ നെഗറ്റീവ് ഇങ്ങോട്ട് കൊണ്ടുപോകാം, മൈനസ് കോസ് തീറ്റ എന്നെഴുതാം അല്ലേ? നെഗറ്റീവ് കോസ് തീറ്റ വരണമെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിനകത്ത് എന്തായിരിക്കും? കോസ് പൈ മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ? കോസ് പൈ മൈനസ് തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. എന്താണ് ഇവിടെ തീറ്റ നമ്മൾ വാല്യൂ കൊടുത്തത്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമ്മുടെ പ്രൂഫ്, ഫസ്റ്റ് വൺ. ഇതുപോലെ തന്നെയാണ് ബാക്കി രണ്ട് പ്രോപ്പർട്ടീസും നിങ്ങൾ ചെയ്യേണ്ടത്. പ്രൂഫ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൂഫ് ഒരു വട്ടെങ്കിലും ചെയ്ത് പഠിക്കണം, വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഫോർത്ത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 വേർ എക്സ് ബിലോങ്സ് ടു എക്സിൻ്റെ ഡൊമൈൻ എന്താണ്? എക്സിൻ്റെ ഡൊമൈൻ -1 to 1 ആണ് എക്സിൻ്റെ ഡൊമൈൻ അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ എക്സിൻ്റെ ഡൊമൈൻ എന്ത് വരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡൊമൈനാണ് വരുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1. ഇനി അടുത്തത് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ എന്താണ് എക്സ് വരുന്നത്? ടാനിൻ്റെയും കോട്ടിൻ്റെയും എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 വേർ എക്സ് ബിലോങ്സ് ടു ആർ -1 to 1. നമുക്കിത് എങ്ങനെ എഴുതാം? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും എഴുതാം. ഈ പ്രോപ്പർട്ടി നോക്കൂ. ഈ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. സൈനിനെയും കോസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? കോ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു. അതായത് രണ്ട് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഒരു ആംഗിൾ പ്ലസ് കോസ് ഒരു ആംഗിൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പൈ ബൈ 2 അഥവാ 90 ഡിഗ്രി കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അവയെ കോ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ കോ ഫങ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ടാനിൻ്റെ കോ ഫങ്ഷൻ എന്താണ്? കോട്ടാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. കൊസീക്കിൻ്റെ കോ ഫങ്ഷൻ സീക്ക് അല്ലേ? അല്ലെങ്കിൽ സീക്കിൻ്റെ കോ ഫങ്ഷൻ കൊസീക്ക് എന്ന് പറയാം. ഈ കോ ഫങ്ഷൻസ് തമ്മിൽ എക്സ് എന്താണ്? സെയിം ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പൈ ബൈ 2 കിട്ടുന്നു. എപ്പോഴാണ്? അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡൊമെയിൻ ആയിരിക്കണം. രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? കോ ഫങ്ഷൻസ് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് സൈനിനെയും കോസിനെയും നമ്മൾ കോ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ?
ഇൻവേഴ്സ് ഹാഫ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഹാഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു? π/2 കിട്ടുന്നു. ആണോ? എന്താണ് സൈൻ ഇൻവേഴ്സ് ഹാഫ്? എന്താണ് 30 ഡിഗ്രി ആണല്ലേ. പ്ലസ് കോസ് ഇൻവേഴ്സ് ഹാഫ് എന്താണ് നമുക്ക് കിട്ടുന്നത്? 60 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻസിനെ എന്ത് വിളിക്കുന്നത്? കോ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് എക്സ് വാല്യൂ ഈക്വൽ ആയിരിക്കും. കണ്ടോ? സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, കോസ് ഇൻവേഴ്സ് ഹാഫ് എന്ന് പറയുന്നത് 60 ഡിഗ്രി. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 ഡിഗ്രി കിട്ടണം. അത്തരം ഒരു ഫംഗ്ഷനെ നമ്മൾ കോ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് തന്നിരിക്കുന്നത്. കോ ഫങ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. സൈനും കോസും കോ ഫങ്ഷൻ, ടാനും കോട്ടും കോ ഫങ്ഷൻ, കൊസീക്കും സീക്കും കോ ഫങ്ഷൻ നിങ്ങൾ +1 പഠിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. എങ്ങനെയാണ് പ്രൂഫ് വരുന്നത്? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ. എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ അല്ലേ. ഇനി സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് π/2 മൈനസ് തീറ്റ എന്ന് എഴുതാം നമുക്ക്. കോസ് π/2 മൈനസ് തീറ്റ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ എന്നെഴുതാം അല്ലേ. ഇതെന്താണ്? പ്ലസ് തീറ്റ മൈനസ് തീറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അതെന്തായി മാറും? തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. തീറ്റയുടെ വാല്യൂ നമ്മൾ എന്താണ് കൊടുത്തത്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. ഇതാണ് നമ്മുടെ പ്രൂഫ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. π/2 എന്ന് പറയുന്നത് എന്താണ്? π/2 ഇവിടെ വരുന്നു. π/2 മൈനസ് തീറ്റ, സൈൻ തീറ്റേനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചതാണ് കേട്ടോ. 90 ഡിഗ്രി വരുമ്പോൾ നമ്മൾ അതിൻ്റെ കോ ഫങ്ഷനായി മാറുന്നു. ഇനി നമുക്ക് 5th ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് y is equal to tan inverse x plus y divided by 1 minus xy, where xy should be less than 1. ഇവിടെ xy എന്ന എക്സിൻ്റെയും വൈൻ്റെയും പ്രോഡക്റ്റ് <1 ആയിരിക്കണം. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി tan inverse x minus tan inverse y is equal to tan inverse x minus y divided by 1 plus xy. ഇവിടെ പ്ലസ് വരുമ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് പ്ലസ് വൈ എന്ന് വരുന്നു. ഇവിടെ നെഗറ്റീവ് വരുന്നു. ഇവിടെ മൈനസ് വരുമ്പോൾ ന്യൂമറേറ്ററിൽ നെഗറ്റീവ് വരുന്നു. ഇവിടെ പ്ലസ് വരുന്നു. ഇവിടെ എന്താണ്? എക്സ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1. എക്സ് വൈ -1-നേക്കാട്ടിലും ഗ്രേറ്റർ ആവണം. ഇനി ഇവിടെ എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ, എക്സും വൈയും അതായത് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് കിട്ടുന്നു. ഇതാണ് അടുത്ത ഫോർമുല. അതായത് തേർഡ് പ്രോപ്പർട്ടി ഈസ് 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് തേർഡ് ടൈപ്പ് ഓഫ് ഫോർമുല. ഇവിടെ എന്താണ് കണ്ടീഷൻ? മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 1. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നമുക്കപ്പോൾ ടൈപ്പ് 5-ലെ 3 ഫോർമുലാസാണ് പഠിക്കാനുള്ളത്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. എപ്പോഴും ചോദിക്കാറുണ്ട് ടാൻ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫോർമുലയുടെ
പ്രൂഫ് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് tan a + b = tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a tan b. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് tan ഇൻവേഴ്സ് എക്സും tan ഇൻവേഴ്സ് വൈയും ഓരോ ആംഗിൾ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് tan ഇൻവേഴ്സ് x = θ ആൻഡ് tan ഇൻവേഴ്സ് y = phi. രണ്ട് ആംഗിൾ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം നമുക്കിതിന്ന് എന്ത് കിട്ടും? tan θ = x എന്ന് കിട്ടും. ഇവിടെ tan phi = y എന്ന് കിട്ടും. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ടാനിൻ്റെ നൗ tan θ + phi എന്താണ്? അല്ലെങ്കിൽ tan a + b എന്താണ് നമുക്കറിയാം? tan θ + tan phi ഡിവൈഡഡ് ബൈ 1 - tan θ tan phi. ഇത് നമുക്കറിയാം. ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് വരുന്നത് ഇവിടെ? tan θ നമുക്ക് എന്ത് കിട്ടി? x കിട്ടി. tan phi y എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 1 - xy. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയിട്ട് നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഇൻവേഴ്സിലേക്ക് മാറ്റാം. നമുക്ക് ഇൻവേഴ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻവേഴ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് tan ഇൻവേഴ്സ് x + y ഡിവൈഡഡ് ബൈ 1 - xy = θ + phi എന്ന് കിട്ടുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ tan ഇൻവേഴ്സ് ഈ ഒരു x + y ഡിവൈഡഡ് ബൈ 1 - xy എന്ന എക്സ്പ്രഷൻ ഇതിങ്ങോട്ട് എഴുതിയാൽ നമുക്ക് θ + phi എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? θ + phi എന്താണ് ഇവിടെ? tan ഇൻവേഴ്സ് x + tan ഇൻവേഴ്സ് y which is equal to tan ഇൻവേഴ്സ് x + tan ഇൻവേഴ്സ് y. ഇതാണ് നമ്മുടെ പ്രൂഫ്. കണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ലേ? ഇതല്ലേ നമുക്ക് കിട്ടിയത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും tan ഇൻവേഴ്സ് എക്സ് tan ഇൻവേഴ്സ് വൈ ഇങ്ങനെ പ്രൂഫ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് തരുന്നതെങ്കിൽ അതൊരു ആംഗിളായി കൺസിഡർ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പ്രൂഫ് തുടങ്ങാൻ. ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് LHS = RHS എന്ന റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത 6th ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി. ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ്? 2 tan ഇൻവേഴ്സ് x = sin ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 + x². അതാണ് ഇവിടുത്തെ റിസൾട്ട്. ഇവിടെ എന്താണ് കണ്ടീഷൻ? mod x ഈസ് <= 1. കഴിഞ്ഞ ഫോർമുലയിൽ നമ്മൾ പഠിച്ചിരുന്നു 2 tan ഇൻവേഴ്സ് x tan ഇൻവേഴ്സ് 2x ബൈ 1 - x² എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ 1 - പോയിട്ട് ഇവിടെ സൈൻ ഇൻവേഴ്സ് വരുമ്പോൾ എന്താവുന്നു? പ്ലസ് ആവുന്നു. 2 tan ഇൻവേഴ്സ് x sin ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 + x². mod x <= 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x belongs to -1 + 1, അതായത് സൈൻ ഇൻവേഴ്സ് എന്നതിൻ്റെ ഡൊമെയിൻ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി 2 tan ഇൻവേഴ്സ് x = cos ഇൻവേഴ്സ് 1 - x² ഡിവൈഡഡ് ബൈ 1 + x², where x is greater than or equal to 0. ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. എങ്ങനെയാണ്? ലെറ്റ് tan ഇൻവേഴ്സ് x = y. അപ്പോൾ നമുക്ക് എന്ത് പറയാം? tan y = x എന്ന് പറയാം അല്ലേ? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? tan y എന്ന് വന്നു. അപ്പോൾ ഈ ഒരു ഫോർമുല എന്തായി മാറും? RHS = എന്തായി മാറും? സൈൻ ഇൻവേഴ്സ് 2 tan y ആയി മാറും അല്ലേ? എക്സിന് പകരം tan y ആയി മാറും. 2 tan y ഡിവൈഡഡ് ബൈ 1 + tan²y. ഈ ഒരു ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? sin 2θ നമ്മൾ പഠിച്ചതാണ്. sin 2θ = 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan²θ. ആ ഒരു ഫോർമുലയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് sin
2y എന്ന് വരുന്നു അല്ലേ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചതാണ്. എന്താ വരുന്നത്? സൈൻ ഇൻവേഴ്സ് സൈൻ 2y ഈസ് ഈക്വൽ ടു 2y അല്ലേ. അപ്പോൾ 2y, y എന്താണ് നമുക്കറിയാം, ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്നറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അതല്ലേ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, കണ്ടോ? അപ്പോൾ നമ്മുടെ പ്രൂഫായി. ഇതേപോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സിൻ്റെ കാര്യത്തിലും ചെയ്യേണ്ടത്. ഏതാണ് ഇവിടെ വരുന്ന ഫോർമുല? 1 മൈനസ് ടാൻ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് വരുന്നു. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2y എന്ന് വരും. അപ്പോൾ എന്ത് വരും? 2y ആൻസർ കിട്ടും. y എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഫോർമുല തന്നെയാണ് അതും. കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള പ്രൂഫാണ് കേട്ടോ. ഇതൊന്നും വിട്ട് കളയരുത്. ഇത് ഇത്ര എഴുതി കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. നിങ്ങളൊന്ന് മനസ്സിരുത്തി ഇതൊക്കെ ഒന്ന് തനിയെ പ്രോബ്ലം ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് കോസ് ഇൻവേഴ്സ് ഹാഫ് പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ഹാഫ്. ഇത് നമുക്ക് ലെറ്റ് y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലെറ്റ് y1 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഹാഫ്, ലെറ്റ് y2 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്നിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാക്കി മാറ്റി എഴുതി. അങ്ങനെയും കാണാം. ഇപ്പം നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ പ്രിൻസിപ്പൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ അങ്ങനെ വളഞ്ഞ് ആൻസറിലേക്ക് എത്താതെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? കോസ് ഇൻവേഴ്സ് 1/2 എന്താണ് വാല്യൂ വരുന്നത്? π/3 60 ഡിഗ്രി ആണ് അല്ലേ. കോസ് 60 ഡിഗ്രി ആണ് ഹാഫ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഹാഫ് എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ വരുന്നത്? നമുക്ക് π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്താണ് വാല്യൂ? π/6. 2 6ൽ 3 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2π/3. π/3 പ്ലസ് π/3 2π/3 ഈസ് ദ ആൻസർ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവാലുവേറ്റ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ് പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ്. നമുക്കെങ്ങനെ ടാൻ ഇൻവേഴ്സ് 1 എന്താണ് വാല്യൂ? π/4 ആണ് അല്ലേ, 45 ഡിഗ്രി പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ്. കോസ് ഇൻവേഴ്സ് ഹാഫ് എത്രയാണ് നമ്മൾ പറഞ്ഞു? π/3 ആണെന്ന് പറഞ്ഞു. കോസ് ഇൻവേഴ്സ് ഓഫ് ഒരു നെഗറ്റീവ് വാല്യൂ വന്നാൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? പൈ മൈനസ് തീറ്റ എന്നെടുക്കണം. പൈ മൈനസ് തീറ്റ കോസ് ഇൻവേഴ്സ് ഹാഫിൻ്റെ വാല്യൂ π/3. അപ്പോൾ പൈ മൈനസ് π/3 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് ഒരു നെഗറ്റീവ് വാല്യൂ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്താണ്? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണല്ലേ. അപ്പോൾ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഹാഫിൻ്റെ വാല്യൂ π/6 ആണ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് π/6 എന്നെടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു π/4. ഇവിടെ എന്ത് വരും? 3π മൈനസ് പൈ അതായത് 2π/3 എന്ന് വരുന്നു. ഇത് നിങ്ങൾക്ക് LCM എടുത്ത് ചെയ്യാൻ അറിയില്ലേ? LCM 3 എടുത്തു, 3π മൈനസ് പൈ അതായത് 2π/3 മൈനസ് π/6 എന്ന് വരുന്നു. ഇവിടെ വീണ്ടും നമുക്ക് LCM എടുക്കാം. എന്താണ് LCM? 12 എടുക്കാം അല്ലേ. നമുക്ക് 12 LCM എടുത്തു. 4 3 ടൈംസ്, ഇനി 3 4 ടൈംസ്, 6 2 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 2π ഇതിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? 9π ഡിവൈഡഡ് ബൈ 12. ഇനി ഇതിൽ 3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/4π എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കുറേ വൈ വാല്യൂവിൻ്റെ കുറേ റേഞ്ച് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണിത്? വൈൻ്റെ വാല്യൂ എന്താണ്? വൈ റേഞ്ച് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ
റേഞ്ച് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 ടു +π/2. അതെന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അത് ഇതിലേതാണ്? ഇത് വരുമോ? ഇല്ല. 0 to π. ഇത് വരുമോ? ഇല്ല. 0 to π ആണ്. ഇവിടെയും -π/2 കാണുന്നുണ്ട് അല്ലേ? B ആൻഡ് D -π/2 ആൻഡ് +π/2 കാണുന്നുണ്ട്. ഇവിടെ പക്ഷേ എന്താണ് നമുക്ക് വേണ്ടത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ വരണം. ക്ലോസ്ഡ് ഇൻ്റർവെൽ വരണമെങ്കിൽ ഏത്? ആൻസർ ബി. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇതോടുകൂടി ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.